അതുപോലെ നവാസികയുടെ കാര്യം പറയുമ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഓർമ്മ വരുന്നത് കൊടകര 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 എന്നുള്ള സംഭവമാണ്. അതിന്റെ കുറിച്ചിട്ട് അതായത് നമ്മൾ അന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ഓക്കെ നമ്മളത് കണ്ടു ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ചേട്ടൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണോ ഈ കൊണകര കൊണകര എന്നുള്ളത്? കൊടകര ശരിക്ക് ഒരു അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല, നമ്മുടെ മിമിക്രിയിലൊക്കെ ഞങ്ങൾ പണ്ട് തമാശക്ക് പറഞ്ഞിരുന്ന ചില ക്യാരക്ടേഴ്സ് അതെ, അതിൽപ്പെട്ട ഒരു സംഭവമാണ് അത്. ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നുള്ള പടം. അപ്പോൾ അത് ആദ്യം ഒരു 2 സീനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ അവർ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് കുതിരവട്ടം പപ്പു. പുള്ളിയും നമ്മൾ നിന്ന് കട്ടയ്ക്ക് നിന്ന് കളിക്കുന്നൊരു സംഭവമാണ്. കുണങ്ങനെ 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 അഞ്ഞേരി മഞ്ഞേരി കുഞ്ഞേരി കുഞ്ഞാണ് പേഞ്ഞാമ്പൂഞ്ഞ് വഴി കുണങ്ങനെ 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 കുണ അല്ലേ മോനെ വണ്ടി എങ്ങനെ പോണ് വണ്ടി കുണങ്ങനെങ്കിൽ കുണങ്ങനെ 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 കുണ അല്ലേ ഇവിടേക്ക് വണ്ടി കുണങ്ങനെങ്കിൽ കുണങ്ങനെ 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 ഒന്ന് പറ്റിങ്ങനെ സമയം പോയി കുണങ്ങനെ 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 അല്ലേ എങ്ങനെ പോണെന്ന് പറഞ്ഞ് കൊണങ്ങനെ 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 കൊണങ്ങ അല്ല എങ്ങനെയാ തന്നെ അമ്മടെ നെഞ്ഞത്തേക്ക് അമ്മയ്ക്ക് അതിങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ഒരു ഗ്യാപ്പ് പോലും. പിന്നെ അവിടെ നിന്ന് അതായത് ആ സീൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ഒരു കയറ്റം കയറിയ ഒരു ഗംഭീര സീനായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആ കോമ്പിനേഷനും നല്ല ടൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ? റെയ്ഹാന മുത്തു റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെയ്ഹാന മുത്തു, നല്ല പേര്. മുത്തു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? അല്ല, അത് ഉപ്പാടെ പേരാ. ഉപ്പാടെ പേര് മുത്തുന്നാ? അത് ശരി, മുത്തുന്ന് മാത്രമേ ഉള്ളൂ ഉപ്പാടെ പേര്? അബ്ദുൽ മുത്തു. അങ്ങനെ. എന്തായാലും റെയ്ഹാന മുത്തു നമുക്ക് അറിയാം, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്, മാപ്പിളപ്പാട്ട് കലാകാരിയാണ്. ഒരുപാട് പാട്ടുകൾ ഇതിനോടകം ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലേ? സോ ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട്, ഈ ഒരു കലാരംഗത്തെ ജേർണി എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പത്തിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പ പാട്ടുകാരനാണ്. അപ്പോൾ 4ാം ക്ലാസ് മുതൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് നേടിയിട്ടുണ്ട്. ആര് വഴിയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്? ഉപ്പ വഴി തന്നെയാണ്. ആദ്യം പഠിപ്പിച്ച പാട്ട് ഉപ്പ തന്നെയാണോ ആദ്യം പഠിപ്പിച്ചത്? അത് ശരി. അത് ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ ഉപ്പ പഠിപ്പിച്ച ആദ്യം? ലൈല മജ്നു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് തന്നെ. അത് ശരി, അത് നമുക്ക് വേണ്ടി 2 പേര് പാടും. ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറാലയും നീന്തി പോയവൻ. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറാലയും നീന്തി പോയവൻ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. ഫീലാണല്ലേ? സ്കൂളിൽ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സ് എല്ലാവരും, സ്കൂളിൽ ഫാൻസ് ഒക്കെ ഉണ്ട്. കലോത്സവ വേദികളിലൊക്കെ ഒരുപാട്. അത് മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ, എല്ലാം പാടും. എല്ലാം പാടും. ലളിതഗാനം, ക്ലാസിക്കല്, സിനിമാ പാട്ട് എല്ലാം പാടും. അത് ശരി. നമുക്ക് വേണ്ട ഒരു സിനിമാ പാട്ടും കൂടി, മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു, ഇനി ഏതെങ്കിലും ഒരു സിനിമാ പാട്ടും കൂടി ഒന്ന് കേൾക്കാം. സോ ക്യൂട്ട്. അച്ഛന്, അതായത് ശരിക്കും അച്ഛനോടുള്ള ഇഷ്ടമൊക്കെ ആ പാട്ടില് ആ ഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീലാണ്. അതാണ് ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചാണ് പാടുന്നത് കേട്ടോ.